എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻമൊഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പോൾ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛാന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. നമസ്കാരം. ഒരു വ്യക്തിയെ അമ്മയെന്ന് വിളിക്കണോ വേണ്ടയോ എന്നത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ദിയ പറഞ്ഞത് ശരിയാണ്. മരുതൻകുഴിയിൽ തന്നെ നൊന്ത് പ്രസവിച്ച് പാലൂട്ടി ഇത്രത്തോളം വളർത്തിയ സിന്ധു അമ്മയാണ് ആ വിളിക്ക് അർഹ. ഈ സിന്ധു അമ്മയുടെ കുറെ സബ്സ്ക്രൈബേഴ്സും ഫാൻസും ഒക്കെ അവരുടെ ഓരോ വീഡിയോസിനും താഴെ വന്ന് സിന്ധു അമ്മ സൂപ്പർ, സിന്ധു അമ്മ കൊള്ളാം, സിന്ധു അമ്മ സിന്ദാബാദ് എന്നൊക്കെ കമന്റ് ചെയ്യാറുണ്ടല്ലോ. നിങ്ങളൊക്കെ പോയി നിങ്ങളുടെ സ്വന്തം അമ്മയെ അമ്മേ അമ്മേ എന്ന് വിളിക്കൂ. കാരണം അശ്വിൻ പോലും അവരെ അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നത് അവരുടെ സ്വന്തം മകൾക്ക് ഇഷ്ടമല്ല. പശുവിനെ പോലും അമ്മയായി കാണുന്ന കരുതുന്ന ഒരു സംസ്കാരത്തിന്റെ അടങ്ങൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ മകളാണിത്. ഒരു പശുവിനെ അമ്മയാണെന്ന് കരുതാനും വിളിക്കാനും മടിയില്ല. പക്ഷേ പ്രായമുള്ള ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് ഭർത്താവിന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നതിനോട് വല്ലാത്ത നീരസവും അതൃപ്തിയും. എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതൊക്കെ പോട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ അതെല്ലാം തികച്ചും വ്യക്തിപരം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പെൺകുട്ടി പിന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. വഴിയിൽ നിൽക്കുന്നവരെ അമ്മ എന്ന് വിളിക്കേണ്ട കാര്യമില്ലെന്ന്. ആ വഴിയിൽ നിൽക്കുന്ന സ്ത്രീയുടെ മകനാണ് തന്റെ ഭർത്താവ്. ഓമി എന്ന കുട്ടിയുടെ അച്ഛൻ ആ വഴിയിൽ നിൽക്കുന്നവരുടെ മകനാണ് എന്നത് മറക്കുകയല്ല, അവഗണിക്കുകയാണ് ഇവിടെ. ഇതെല്ലാം കേട്ടിട്ടും അശ്വിൻ എന്ന ആത്മാഭിമാനം ഒട്ടുമില്ലാത്ത ആ ചെറുപ്പക്കാരൻ ഒന്നും അറിയുന്നില്ല. എനിക്ക് തോന്നുന്നത് അയാൾ ദിയയുടെ ഭർത്താവായി മാത്രം ചുരുങ്ങിപ്പോയി എന്നാണ്. തന്റെ അമ്മയെ വഴിയിൽ നിൽക്കുന്ന ഏതോ ഒരു സ്ത്രീയായി മാത്രം തന്റെ ഭാര്യ കരുതുന്നു എങ്കിൽ, അത് തന്റെ മുന്നിലിരുന്ന് പബ്ലിക്കായി പറയാൻ ആ ഭാര്യയ്ക്ക് കഴിയുന്നുവെങ്കിൽ അശ്വിൻ ഒന്ന് ചിന്തിക്കണം. ദിയ അങ്ങനെ പറഞ്ഞതല്ല ആ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാകുക. അശ്വിൻ എന്ന മകന്റെ മൗനം അത് അവരെ അധികം വേദനിപ്പിച്ചിട്ടുണ്ടാകാം. എനിക്ക് ദിയയേക്കാൾ പുച്ഛവും അമർഷവും ആത്മാഭിമാനം ഒട്ടുമില്ലാത്ത ഈ ചെറുപ്പക്കാരനോടാണ് എനിക്ക് സഹതാപം. അമ്മ എന്നതൊരു സ്ഥാനമാണ്, ഒരു റിലേഷന്റെ പേരാണ് എന്നതിലുപരി അതൊരു വികാരമാണ്. സ്നേഹത്തിന്റെയും കരുതലിന്റെയും സാന്ത്വനത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ സമ്മിശ്രമായ തീവ്രമായ ഒരു വികാരമാണ് അമ്മ എന്ന വാക്ക്. അത് മനസ്സറിഞ്ഞ് നിറമനസ്സോടെ വിളിക്കേണ്ട, പറയേണ്ട ഒരു വാക്കാണ്. സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും പുഷ് ചെയ്തും കമ്പൽ ചെയ്തും അല്ല വിളിപ്പിക്കേണ്ടത്. വഴിയിൽ നിൽക്കുന്ന അശ്വിന്റെ അമ്മയ്ക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസോ പവിട്ടോ പത്രാസോ ഒന്നുമില്ലാത്ത ആ അമ്മയ്ക്ക് വഴിവക്കിൽ നിന്നൊരു ശാപമോഷം എത്രയും പെട്ടെന്നുണ്ടാകട്ടെ. താങ്ക് യു.